നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2024 ഡിസംബർ മാസം 2-ാം തീയതി 1200-ാം ആണ്ട് വൃശ്ചിക മാസം 17-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ നക്ഷത്രം തൃക്കാട്ട് നക്ഷത്രം. തൃക്കേട്ട നക്ഷത്രത്തിലാണ് ജനിച്ചത്. അപ്പോൾ ഇന്നത്തെ നക്ഷത്രത്തെ നമ്മൾ നോക്കുമ്പോൾ ഇന്ന് ആഴ്ച നല്ല ആഴ്ചയാണ് തിങ്കളാഴ്ച. തിങ്കളെന്ന് പറയുമ്പോൾ ചന്ദ്രൻ്റെ ദിവസമാണ്, ചന്ദ്രവാരം. അപ്പോൾ വളരെ ശുഭ ദിനങ്ങളിലൊന്നാണ് തിങ്കളാഴ്ച. അപ്പോൾ ഇന്നത്തെ നക്ഷത്രമോ നല്ല നക്ഷത്രമല്ല, തൃക്കേട്ട. കേട്ട നക്ഷത്രം ശരിക്ക് കരുനാളിൽ പെടുന്ന നക്ഷത്രമാണ്, ശുഭനക്ഷത്രമല്ല. ശുഭകാര്യങ്ങൾക്ക് എടുക്കാൻ അനുകൂലപ്രദമായ നക്ഷത്രമല്ല. അപ്പോൾ ഇന്ന് ആഴ്ച അനുകൂലപ്രദമാണ് എങ്കിൽ പോലും നക്ഷത്രം ശുഭനക്ഷത്രമല്ല. അതുകൊണ്ട് ഇന്നത്തെ ദിവസം കുറച്ച് ശ്രദ്ധിച്ചായിരിക്കണം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. ഒന്ന്, ഒരാഴ്ചയുടെ ആരംഭമാണ്. നമുക്ക് അവധിയൊക്കെ കഴിഞ്ഞ് ഓരോ ശുഭകാര്യത്തിന് ഇറങ്ങാവുന്ന ദിവസമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൽ നക്ഷത്രം അനുകൂലപ്രദമല്ലാത്തത് കൊണ്ട് വളരെ സൂക്ഷിച്ചായിരിക്കണം ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്ക് വിപരീത ഫലങ്ങൾ സംഭവിക്കാനിട വരും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടുകൂടി ശ്രദ്ധയോടുകൂടി ആയിരിക്കണം ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. പക്ഷേ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ള തൃക്കേട്ട നക്ഷത്രക്കാർ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ തൃക്കേട്ട നക്ഷത്രത്തിലുള്ള ജാതകർക്ക് ഈ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ അനുകൂലപ്രദമായ ഒരു വർഷമാണ്. കാരണം തിങ്കളാഴ്ച കിട്ടിയിരിക്കുകയാണ്. തിങ്കളെന്ന് പറയുമ്പോൾ വീട് വയ്ക്കാനോ വാഹനം വാങ്ങാനോ വിദേശ യാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്കോ ഒക്കെ അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതുമായി ബന്ധപ്പെട്ട് ആഗ്രഹിക്കുന്നവർ അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർ ഇറങ്ങണം. വീട് വാങ്ങാനാവട്ടെ, വീട് വെക്കാനാവട്ടെ, അതുപോലെ വസ്തു മേടിക്കാനാവട്ടെ, വാഹനം വാങ്ങാനാവട്ടെ, വിദേശത്ത് പോകാനോ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യാനോ ഒക്കെ താല്പര്യം ഉള്ളവർക്ക് ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെ അനുകൂലപ്രദമാണ്. അപ്പോൾ നിങ്ങൾ അതിന് വേണ്ടി ഇറങ്ങണം. അതുപോലെ ഇന്നത്തെ ദിവസം നല്ലതല്ല. ഈ ഒരു ദിവസത്തെ ഫലത്തെയാണ് ഞാൻ പറഞ്ഞത് കൊള്ളൂല എന്ന്. വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നവർക്ക് വാർഷിക ഫലം നല്ലതാണ്. അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോൾ രാവുകാല സമയം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും. 7:30 മണി മുതൽ 9 മണി വരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും 7:56 തൊട്ടാണ് രാവുകാലം ആരംഭിക്കുന്നത്. 9:22 വരെ രാവുകാല സമയമുണ്ട്. അപ്പോൾ രാവിലെ ഒരു കാര്യത്തിന് ഇറങ്ങുന്നവർ ഒന്നും നല്ല ദിവസമല്ല, രാവുകാലം നോക്കിയിട്ട് ഇറങ്ങുന്നത് നന്നായിരിക്കും. 9:56 മുമ്പോ 7:56 മുമ്പോ 9:22 ശേഷമോ ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങുന്നതാണ് ഉത്തമം. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ഓരോ ശുഭകാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വന്നാൽ അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കുക. 11:50 തൊട്ട് അഭിജിത്ത് മുഹൂർത്തം ആരംഭിക്കും. 12:42 വരെ അഭിജിത്ത് മുഹൂർത്തം ഉണ്ട്. 11:50 തൊട്ട് 12:38 വരെ 48 നേരം അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എന്ത് ശുഭകാര്യങ്ങൾക്കും അഭിജിത്ത് മുഹൂർത്തം സഹായിക്കും. ഒരു പ്രത്യേക പോസിറ്റീവ് കവചം ആ സമയത്ത് നിൽക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും. 1:40 തൊട്ട് 3:06 വരെ ഗുളികകാല സമയവും 10:48 തൊട്ട് 12:14 വരെ യമകണ്ഠ കാല സമയവും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. അത് പ്രകൃതി അവർക്ക് അനുവദിച്ച് കൊടുത്തിരിക്കുന്ന സമയമാണ്. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിനിറങ്ങുമ്പോഴും നമ്മൾ വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ വെളുത്ത കളറ് ഉൾപ്പെട്ട വസ്ത്രമോ പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ നമുക്ക് ധരിക്കുന്നത് ഭാഗ്യദായകമാണ്. അതുപോലെ വെളുത്ത ഭസ്മ കുറിയോ അതുപോലെ
കുറി ധരിക്കുന്നത് ഭാഗ്യദായകമാണ്. ഇല്ല, നമുക്ക് ഈ യൂണിഫോമൊക്കെ യൂസ് ചെയ്യുന്നവർ, ചില കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് നമുക്കിഷ്ടത്തിനുള്ള വസ്ത്രം ധരിക്കാൻ പറ്റില്ല. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കൊരു വൈറ്റ് കളർ കർച്ചീപ്പ് കയ്യിൽ കരുതുന്നത് നന്നായിരിക്കും. ഇടയ്ക്കൊക്കെ എടുത്ത് മുഖം തുടയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് ആഗിരണം ചെയ്യാനുള്ള ശക്തിയുണ്ട് ഈ കളറിന്. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഭാഗ്യദായകമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.